ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തൊരു ബെല്ലൈക്കൺ കാണും, ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമന്റ്സ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, വാല്യൂബിൾ ആണ്. സോ നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള കമന്റ്സും താഴെ കൊടുക്കാൻ മറക്കരുത്. സോ അപ്പൊ ടു സേ ഇന്ന് നമ്മൾ എന്ത് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്? We're gonna do back to school. Back to school. Okay. അപ്പോൾ നമ്മൾ back to school വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. Abin, are you excited to go to school? Yeah, very excited. Yeah. Ryan, are you excited? I said that already. So നമുക്ക് ഓൾറെഡി കഴിഞ്ഞ വർഷം ഹോൾ ഇയർ ഇൻ പേഴ്സൺ ലേണിംഗ് തന്നെയായിരുന്നു. സ്കൂളിൽ പോയിട്ട് തന്നെയാണ് മക്കൾ പഠിച്ചത് അല്ലേ? സ്കൂളിൽ പോയിട്ട് തന്നെയായിരുന്നു. വളരെ ഒരു മാസം എന്തോ 1 month എന്തോ ഉണ്ടായിരുന്നുള്ളൂ ഓൺലൈൻ ലേണിംഗ്. റിമൈനിങ് എല്ലാം സ്കൂളിൽ പോയി ഇൻ പേഴ്സൺ ലേണിംഗ് തന്നെയായിരുന്നു. അപ്പൊ ഇവിടെ കാനഡയിൽ പബ്ലിക് സ്കൂൾസ് ഉണ്ട്, അതുപോലെ പ്രൈവറ്റ് സ്കൂൾസ്, കാത്തലിക് സ്കൂൾസ് ഉണ്ട്. സോ അബിൻ ആൻഡ് റയാൻ പഠിക്കുന്നത് കാത്തലിക് സ്കൂളിലാണ്. ഞാനും സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ എഡ്യൂക്കേഷൻ അസിസ്റ്റന്റ് ആണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് പബ്ലിക് സ്കൂളിലാണ്. ഞാൻ ഹൈസ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. റയനും അബിനും പഠിക്കുന്നത് എലിമെന്ററി സ്കൂളിലാണ്. അപ്പൊ എലിമെന്ററി സ്കൂളും ഹൈസ്കൂളും ഉണ്ട്. എലിമെന്ററി സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേഡ് 1 മുതൽ ഗ്രേഡ് 8 വരെ എലിമെന്ററി സ്കൂള്. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ഗ്രേഡ് 8 കഴിഞ്ഞ് ഗ്രേഡ് 9 മുതൽ ഗ്രേഡ് 12 വരെയാണ് ഹൈസ്കൂൾ വരുന്നത്. അത് കഴിഞ്ഞിട്ട് അത് ഹൈസ്കൂളിനെ നമ്മളിവിടെ കോളേജിയേറ്റ് എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ യൂണിവേഴ്സിറ്റി വരുന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സ്കൂളിംഗ് സിസ്റ്റം. ഇതൊക്കെ ഞാൻ പറയുന്നത് പുതിയതായിട്ട് കാനഡയിലോട്ട് വരാൻ ഉദ്ദേശിക്കുന്ന ഫ്രണ്ട്സിന് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ പുതിയതായിട്ട് കാനഡയിൽ എത്തിയിട്ടുള്ള ഫ്രണ്ട്സ്, ന്യൂ ഇമിഗ്രൻസിനും ഹെൽപ്ഫുൾ ആയിരിക്കും ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ. സോ നമുക്ക് കാനഡയിൽ സമ്മർ വെക്കേഷൻ വരുന്നത് ജൂലൈ ആൻഡ് ഓഗസ്റ്റ് 2 months സമ്മർ വെക്കേഷൻ. അത് കഴിഞ്ഞ് സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിന് സ്കൂള് റീഓപ്പൺ ചെയ്യും. പിന്നെ ഇത് കൂടാതെ ഞാൻ ബാക്ക് ടു സ്കൂളിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സ്കൂളിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പൊ നോർമലി പബ്ലിക് സ്കൂളിലാണ് നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ, ബുക്സ് ഒന്നും വേണ്ട. ബുക്സും മറ്റ് ആക്സസറീസും ഒന്നും നമ്മൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല, എല്ലാം സ്കൂൾ പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് പ്രൈവറ്റ് സ്കൂളിലാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ആക്സസറീസും ബുക്സും ഒക്കെ മേടിച്ചാൽ മതിയാവും. നമ്മൾ വാങ്ങിയ ബാഗ് നമുക്ക് ജസ്റ്റ് ഫ്രണ്ട്സിനെ ഒന്ന് കാണിക്കാം. ഓക്കെ ഓക്കെ. സോ നമ്മൾ റൂട്ട്സിന്റെ ബാഗാണ് മേടിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല സൈസുള്ള ബാഗാണ്. റൂട്ട്സ് നല്ല ഒരു കമ്പനിയാണ്. സോ അതുകൊണ്ട് അത്യാവശ്യം നല്ല ബാഗാണ്. ഓക്കെ, 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. ഇത് അബി കുട്ടൂസിന് മേടിച്ചതും ഇത് റയാൻ കുട്ടൂസിന് മേടിച്ച ബാഗ്. അപ്പൊ ഇത് നമ്മൾ മേടിച്ചത് കോസ്കോയിൽ നിന്നാണ് അല്ലേ? കോസ്കോ, യാ. അപ്പൊ കോസ്കോയിൽ ഞാൻ നോർമലി വാൾമാർട്ടിൽ നിന്നാണ് വാങ്ങിക്കാറുള്ളത്. വാൾമാർട്ടിൽ നമ്മൾ അത്യാവശ്യം നല്ല സെയിലിൽ, ബാക്ക് ടു സ്കൂളിന്റെ ടൈമിൽ അത്യാവശ്യം നല്ല സെയിലിൽ തന്നെ ബാഗ്സ് കിട്ടും. നോർമലി ഞാൻ വാൾമാർട്ടിൽ നിന്നാണ് ലാസ്റ്റ് ഇയർ ഒക്കെ മേടിച്ചത്. ഇപ്രാവശ്യം ഞാൻ കോസ്കോയിൽ ജസ്റ്റ് ഗ്രോസറി ഷോപ്പിങ്ങിന് പോയപ്പോൾ ഇങ്ങനെ സെയില് കണ്ടായിരുന്നു, അങ്ങനെ മേടിച്ചതാണ്. നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല പ്രൈസും ആണ്. $25 ആയിട്ടുള്ളൂ. ഇന്ത്യൻ മണി ഒരു 1000 rupees ആയിട്ടുള്ളൂ ബാഗ്. അത്രയും നല്ല ഒരു പ്രൈസിന് കിട്ടുകയും ചെയ്തു അല്ലേ? ഇറ്റ് വാസ് എ നൈസ് ഡീൽ, റൈറ്റ്? യാ. അബിക്കുട്ടീസ് ജസ്റ്റ് ഒന്ന് കാണിക്കും. മക്കളെ ഡ്രോയിങ്ങിന്റെ ഒരു കളക്ഷൻ ആണ് അല്ലേ? സമ്മറിൽ മോൻ ഡ്രോ ചെയ്ത പിക്ചേഴ്സിന്റെ ഒരു കളക്ഷനാണ്. ഇതെല്ലാം ഞാനൊരു ഫയലിനകത്താക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എപ്പോഴും കുട്ടികൾ മീൻസ് ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയത് കാരണം ഇന്ത്യയിൽ മെയിനായിട്ടും കുട്ടികൾ കൂടുതലും TV ആയിരിക്കും കാണുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറോ ഫോണൊക്കെ ആയിരിക്കും വാച്ച് ചെയ്യുന്നത്. അതല്ലാതെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വീടിൻ്റെ അകത്ത് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു എൻകറേജ്മെന്റ് ആയിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം കാണിക്കുന്നത്. നമുക്ക് വീടിൻ്റെ അകത്ത് തന്നെ കുട്ടികൾക്ക് മറ്റെന്തെല്ലാം ആക്ടിവിറ്റീസ്, അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യിക്കാൻ പ്രത്യേകം എല്ലാ പാരൻസും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. ശരിക്കും ഫുൾ ടൈം നമ്മൾ TV കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ കണ്ണിന് കേടാണ്, അതുപോലെ തന്നെ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ ബാധിക്കും, അതുപോലെ അവരുടെ ക്രിയേറ്റിവിറ്റിയെ ബാധിക്കും. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ കുട്ടികളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവും. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്ലേ ആക്ടിവിറ്റീസ് ആയിരിക്കും ഇഷ്ടം,
അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ ഡ്രോയിങ് ആയിരിക്കും താല്പര്യം, അല്ലെങ്കിൽ മ്യൂസിക് ആയിരിക്കും താല്പര്യം. അപ്പോൾ അവരുടെ താല്പര്യം അനുസരിച്ച് അത് എൻകറേജ് ചെയ്ത് കൊടുക്കാൻ എല്ലാ പാരന്റ്സും ശ്രദ്ധിക്കുക. സോ നമുക്ക് പ്രൈവറ്റ് സ്കൂളിലാണെന്നുണ്ടെങ്കിൽ സ്കൂളിന്റെ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് ബുക്സ് ഒക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൈറ്റ് ഉണ്ട്. സ്കൂൾ സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു സൈറ്റിൽ നിന്നാണ് ഞാനിപ്പോൾ കുട്ടികൾക്ക് ബുക്സ് ഒക്കെ ഓർഡർ ചെയ്യുന്നത്. അത് സ്കൂളുമായിട്ട് അവർ ഓൾറെഡി ലിങ്ക്ഡ് ആണ്. അപ്പോൾ കുറേ സ്കൂൾസ് അവരായിട്ട് ലിങ്ക്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ടീച്ചേഴ്സ്, കൺസേൺഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ്, പബിനും ഇനി ഗ്രേഡ് 5ലാണ്. ഗ്രേഡ് 5ലെ ക്ലാസ് ടീച്ചർ ഓൾറെഡി നമുക്ക് സമ്മർ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇമെയിലായിട്ട് അയക്കും എന്തൊക്കെ ബുക്സും ആക്സസറീസും ആണ് വാങ്ങേണ്ടതെന്ന്. അതുപോലെ തന്നെ റയാൻ ഇനി ഗ്രേഡ് 1ലാണ്. അപ്പോൾ ഗ്രേഡ് 1ലെ ടീച്ചറും ഇതുപോലെ നമുക്ക് ഇമെയിൽ അയക്കും. അപ്പോൾ അതിൽ നോക്കിയിട്ട് നമുക്ക് എന്തൊക്കെ ആക്സസറീസ് വേണം എന്നുള്ളത് നമ്മൾ ഓൺലൈനായിട്ട് ഓർഡർ കൊടുക്കുക. ഓൺലൈനായിട്ട് ഓർഡർ കൊടുക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ഷിപ്പ് ചെയ്ത് വീട്ടിൽ സാധനങ്ങൾ എത്തും. അപ്പം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റ് ആവാതെ സ്കൂൾ ജസ്റ്റ് ക്ലോസ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ, ആ ഒരു ജൂലൈ ആ ഒരു മന്തിൽ തന്നെ നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ തന്നെ നമുക്ക് ബുക്സ് എല്ലാം കിട്ടും. നമ്മളിപ്പോൾ ഒരുപാട് ഓഗസ്റ്റ് ലാസ്റ്റ് ഒക്കെയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പം സ്കൂൾ തുറക്കുന്ന ടൈമിൽ നമുക്ക് കുട്ടികൾക്ക് വേണ്ടുന്ന ആക്സസറീസും ബുക്സും ഒന്നും കിട്ടിയില്ല എന്ന് വരും. അതുകൊണ്ട് എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നേരത്തെ തന്നെ ഓർഡേഴ്സ് കൊടുക്കുക. അതുപോലെ തന്നെ യൂണിഫോമിന്റെ കാര്യം, പബ്ലിക് സ്കൂൾസിലാണെങ്കിൽ നമുക്ക് യൂണിഫോമിന്റെ ആവശ്യമില്ല, നമുക്ക് കളർ ഡ്രസ്സ് ആണ് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം. ബട്ട് പബ്ലിക് സ്കൂളിലാണ്, പ്രൈവറ്റ് സ്കൂളിലാണെന്നുണ്ടെങ്കിൽ യൂണിഫോം ഉണ്ട്. സോ യൂണിഫോം അതും ഇതുപോലെ തന്നെ സ്കൂളിന്റെ വെബ്സൈറ്റിലുണ്ട്. യൂണിഫോം ഓർഡർ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. സ്കൂളുമായിട്ട് അവർക്കും ലിങ്ക്ഡ് ആണ്. സോ നമുക്ക് ആ വെബ്സൈറ്റിൽ കയറിയിട്ട് യൂണിഫോമും ഓർഡർ ചെയ്യാം. പിന്നെ യൂണിഫോംസ് ഓർഡർ ചെയ്യുന്ന സമയത്ത് നേരത്തെ തന്നെ യൂണിഫോംസ് ഓർഡർ ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക. സ്കൂൾ ക്ലോസ് ഡൗൺ ചെയ്ത ജൂലൈ മന്തിൽ തന്നെ നമ്മൾ ബുക്സ് ഓർഡർ ചെയ്യും പോലെ തന്നെ യൂണിഫോം അധികം ലേറ്റ് ആയി പോകാതെ തന്നെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓർഡേഴ്സ് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് കിട്ടാൻ താമസം എടുക്കും. ഒരു 1 month ഒക്കെ ചിലപ്പോൾ എടുക്കും ഡിലേ. അപ്പോൾ അതുകൊണ്ട് സ്കൂൾ തുറക്കുന്ന സമയത്ത് കുട്ടികൾക്ക് പുതിയ യൂണിഫോം ഇട്ടുകൊണ്ട് പോകാമല്ലോ. അതുകൊണ്ട് നേരത്തെ തന്നെ ഓർഡർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ഒക്ടോബർ നവംബർ ഒക്കെ ആകുമ്പോൾ തന്നെ അത്യാവശ്യം തണുപ്പ് സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് കുട്ടികൾക്ക് ആവശ്യമായ ഹുഡീസ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം യൂണിഫോമിന്റെ കൂടെ തന്നെ ഓർഡർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ആ ഒരു ടൈമിൽ നമുക്കൊരു ടെൻഷൻ വേണ്ട. പെട്ടെന്ന് തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ കുട്ടികൾ ഈ ഹുഡി ഒന്നും ഇല്ലാതെ പോകേണ്ട ഒരു സിറ്റുവേഷൻ വരത്തില്ല. കാരണം യൂണിഫോമിന്റെ ഹുഡി തന്നെ ഇടണം. യൂണിഫോം ആണെന്നുണ്ടെങ്കിൽ യൂണിഫോമിന്റെ തന്നെ ഷർട്ടും പാൻസും അതുപോലെ ഹുഡി അങ്ങനെയുള്ളതെല്ലാം യൂണിഫോമിന്റെ തന്നെയാണ്. സോ യൂണിഫോമിന്റെ കൂടെ തന്നെ ഈ വിന്റർ ക്ലോത്ത്സും കൂടെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു തണുപ്പ് ഇൻ കേസ് നേരത്തെ വല്ലതും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും ചില ദിവസങ്ങൾ ഭയങ്കര തണുപ്പായിരിക്കും. ശരിക്കും വിന്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ചില ദിവസങ്ങൾ എക്സ്ട്രീംലി കോൾഡ് ആയിരിക്കും. അപ്പൊ ആ ഒരു സമയത്ത് കുട്ടികൾക്ക് പ്രൊട്ടക്റ്റഡ് ആയിട്ട് പോകാൻ പറ്റും. ഇത്രയൊക്കെയാണ് മെയിനായിട്ടും എനിക്ക് ബാക്ക് ടു സ്കൂളിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ബാക്ക് ടു സ്കൂളിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് പുതുതായിട്ട് വരുന്ന ഫ്രണ്ട്സിന് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വരാൻ പ്ലാൻ ചെയ്യുന്ന ഫ്രണ്ട്സിന് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ കാനഡയിൽ ഓൾറെഡി ഉള്ള ന്യൂ ഇമിഗ്രൻസിന് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാനത് പറഞ്ഞു തരാം. എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എനിക്ക് ഇമെയിലും ചെയ്യാം. ഇമെയിൽ ID താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ നെക്സ്റ്റ് എപ്പിസോഡിൽ പുതിയ റെസിപ്പീസും പുതിയ ടോക്സും ഇതുപോലെയുള്ള പുതിയ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും ആയിട്ട് ഞാൻ എത്തും. ടിൽ ദെൻ ഓൾ ഓഫ് യു ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ ബ്ലെസ്ഡ്.